എം ഡിയുടെ കോഴിക്കോട് കൊട്ടാരം റോഡിലെ വീട്ടിന് മുന്നിലാണ്. അവിടെ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം അവിടെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. സ്മൃതിപഥം മാവൂർ റോഡിലെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. വിലാപയാത്ര വേണ്ട, വിലാപയാത്രയൊന്നും വേണ്ട എന്ന് എം ടി നേരത്തെ തന്നെ പറഞ്ഞാണ്. പക്ഷേ വിലാപയാത്രയായി ആണോ പോകുക എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ഇത്രയും ആളുകൾ അദ്ദേഹത്തെ അവിടേക്ക് അനുഗമിക്കും. ആ വീട്ടിൽ നിന്ന് അല്പസമയത്തിനകം അദ്ദേഹം പോകും. അദ്ദേഹത്തെ ഈ സ്മൃതിപഥം എന്ന ശ്മശാനം വരെ അനുഗമിക്കും. അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടം അവിടെ ഇപ്പോഴുമുണ്ട്. ആ ആൾക്കൂട്ടം അദ്ദേഹത്തെ അങ്ങ് ആ മാവൂർ റോഡ് വരെ അനുഗമിക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട. ഇപ്പോൾ മാവൂർ റോഡ് ശ്മശാനത്തിലെ സ്മൃതിപഥം എന്നാണ് അതിൻ്റെ പേര്. അത് പുതുക്കി പണിതൊരു പുതിയ ശ്മശാനമാക്കിയതാണ്. അവിടെ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങൾ നൽകും. ഹാഷ്മി, വീടിന് മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് ഇപ്പോഴും. ഈ മതപരമായ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടേക്ക് കൊണ്ടുവരും. വിലാപയാത്ര ഒന്നുമില്ല, പക്ഷേ എന്തായാലും അത്രയും ആളുകൾ ഈ എം ഡിയെ അനുഗമിക്കും ശ്മശാനം വരെ എന്ന് ഉറപ്പാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഹാഷ്മി? വിജയകുമാർ, മരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ഒരിക്കലും എം ഡിയോട് ചോദിക്കുമ്പോൾ എം ഡി പറയുന്നുണ്ട്, അതെല്ലാവരുടെയും ജീവിതത്തിൽ ഉറപ്പായും വന്നെത്തുന്ന ഒരു മുഹൂർത്തമാണ്. അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കണം എന്ന് എം ഡി ഒരിക്കൽ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ 80-ാം പിറന്നാളിനുള്ള ഒരു പ്രതികരണമാണത്. 80-ാം പിറന്നാളിനും നവതിക്കുമൊക്കെ ഈ ഒരു തയ്യാറെടുപ്പ് എം ഡിയുടെ വാക്കുകൾ നമുക്ക് കാണാമായിരുന്നു. ആ തയ്യാറെടുപ്പ് ഒരിക്കലും ഫലവത്താവല്ലേ, ആ കാത്തിരിപ്പ് വെറുതെ ആവണേ എന്ന് മലയാളത്തിൻ്റെ ഒന്നാകെയുള്ള പ്രാർത്ഥന. മറ്റൊരാൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എം ഡി മരിച്ചു പോവല്ലേ ദൈവങ്ങളെ എന്ന് ആ പ്രാർത്ഥന, കൂട്ടപ്രാർത്ഥന ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ആ പ്രാർത്ഥന വിഫലമായിക്കൊണ്ടാണ് എം ഡി മറ്റൊരു ലോകത്തേക്ക് പോകുന്നത്. നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെ ഈ കഴിഞ്ഞ രാത്രി അവിടെ സിത്താരയിലേക്ക് എം ഡി അവസാന വിശ്രമത്തിന് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ മുതൽ തുടങ്ങിയ ഒഴുക്കാണ്. ആ ഒഴുക്ക് നമ്മൾ രാവിലെ 4 മണി 5 മണി 6 മണി സമയത്തൊക്കെ അവിടെ നിൽക്കുമ്പോൾ മുതൽ ആ ഒഴുക്ക് അങ്ങനെ തുടരുകയാണ്. ആ ഒഴുക്ക് ഈ സമയം വരെയും അവിടെ എം ഡിക്ക് വേണ്ടി മതപരമായ ചടങ്ങുകൾക്കായി അവിടെ വാതിലടയ്ക്കുന്ന ആ സമയം വരെ, പൊതുദർശനം നിർത്തി എന്ന് പോലീസ് പറയുന്ന ആ സമയം വരെയും ഒരു കണ്ണി പോലും പൊട്ടാതെ ആ ഒഴുക്ക് അങ്ങനെ തുടരുകയായിരുന്നു വിജയകുമാർ. നമുക്കത് കാണാമായിരുന്നു. ആ റോഡിൻ്റെ അറ്റത്ത് ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ, അല്ലെങ്കിൽ 100 കണക്കിന് ആളുകൾ എം ഡി ഒരു നോക്ക് കാണാൻ അവിടെ കാത്തു നിൽപ്പുണ്ട്. വിലാപയാത്ര വേണ്ട എന്ന് കർശനമായി തന്നെ പറഞ്ഞിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഷോ ഓഫുകൾ വേണ്ട, ഏതെങ്കിലും തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ വേണ്ട, പൊതുദർശനം വേണ്ട എന്ന് ജീവിതത്തിൽ ഏത് രീതിയിൽ നിഷ്ഠയുണ്ടായോ അതേപോലെ നിഷ്ഠ കൃത്യമായി തന്നെ ക്ലാരിറ്റിയോടെ എം ഡി പറഞ്ഞതാണ്. അതുകൊണ്ട് വിലാപയാത്ര എന്തായാലും ഉണ്ടാവില്ല. അത് സാധാരണ അവിടെ പുഷ്പാലങ്കൃതമായ ഒരു ആംബുലൻസ് എത്തിച്ചിട്ടുണ്ട്. ആ ആംബുലൻസിൽ കയറ്റി പെട്ടെന്ന് തന്നെ ഈ ശ്മശാനത്തിലേക്ക് എത്തുകയെന്നുള്ളത്. അല്ലാതെ ആംബുലൻസ് പതിയെ വരികയും അവിടെ കൂടുതൽ വലിയ ജനാവലി അതിന് അനുകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഇൻഎഫക്റ്റീവ് വിലാപയാത്രയിൽ തന്നെ മാറും. അത് എം ഡിയുടെ ആഗ്രഹത്തിന് വിരുദ്ധമാണ്. മതപരമായ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റി എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് മിഥില ബാലൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഏതാനും സമയം കൂടി കഴിയുമ്പോഴേക്കും അത് ആംബുലൻസ് വീടിന് മുന്നിൽ നിന്ന് പുറത്തേക്ക് നീങ്ങും. ആംബുലൻസിലേക്ക് മൃതദേഹം ഇപ്പോൾ കയറ്റുകയാണ്. അത് അവിടെ നിന്ന് നീങ്ങും. അത് സ്മൃതിപഥം എന്ന മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് എത്തും. പ്രേക്ഷകർ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഏതാണ്ട് ഒരു 3 മണി കഴിഞ്ഞപ്പോഴായിരുന്നു എല്ലാവരെയും പുറത്തേക്ക് ഇറക്കി. കുടുംബാംഗങ്ങൾ മാത്രമുള്ള വളരെ ഹ്രസ്വമായ ചടങ്ങ് അവിടെ നടന്നു. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം വീടിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പുറത്തിപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ആംബുലൻസിലേക്ക് മൃതദേഹം ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ആംബുലൻസ് അവിടെ നിന്ന് സ്മൃതിപഥം മാവൂർ റോഡിലേക്ക് നീങ്ങും. ഒരു വിലാപയാത്ര പാടില്ല, അത് പലതവണ നമ്മൾ പറഞ്ഞതാണ്. വിലാപയാത്ര പാടില്ലെന്ന് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളോട് പറഞ്ഞതാണ്. വിലാപയാത്ര എന്ന നിലയിലൊന്നുമല്ല ഇത് ക്രമീകരിച്ചിരിക്കുന്ന. ഒരു ആംബുലൻസ് മാത്രം അവിടെ നിന്ന് പോകും. അടുത്ത ബന്ധുക്കളൊക്കെ ആയിരിക്കും മറ്റു വാഹനങ്ങളിൽ ഉണ്ടാവുക.